ജൂൺ 14 ശനിയാഴ്ച. കൃത്യമായി പറഞ്ഞാൽ ഇസ്രായേൽ ഇറാനിൽ ആക്രമണം ആരംഭിച്ചതിന് തൊട്ടടുത്ത ദിവസം ചൈനയിൽ നിന്ന് ഒരു ചരക്ക് വിമാനം പറന്നുയർന്നു. തൊട്ടടുത്ത ദിവസം മറ്റൊരു വിമാനം കൂടി ചൈനയിലെ തീരനഗരത്തിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്തു. അടുത്ത ദിവസം അഥവാ തിങ്കളാഴ്ചയും മറ്റൊരു ചരക്ക് വിമാനം പറന്നുയർന്നു. ഇത്തവണ ഷാങ്ഹായിൽ നിന്നായിരുന്നു വിമാനം പുറപ്പെട്ടത്. 3 ദിവസത്തിനിടെ 3 വിമാനങ്ങൾ. അസ്വാഭാവികമായി ഒന്നുമില്ല. പക്ഷേ 3 വിമാനവും സഞ്ചരിച്ചത് ഒരേ ദിശയിലായിരുന്നു. വടക്കൻ ചൈനയിലൂടെ സഞ്ചരിച്ച് പടിഞ്ഞാറോട്ട് തിരിഞ്ഞ് ആദ്യം കസക്കിസ്ഥാനിലേക്ക്, അവിടെ നിന്ന് തെക്കുഭാഗത്തേക്ക് മാറി ഉസ്ബെക്കിസ്ഥാന്റെയും തുർക്ക്മെനിസ്ഥാന്റെയും വ്യോമാതിർത്തികളിലൂടെ സഞ്ചരിച്ച വിമാനം പെട്ടെന്ന് ഫ്ലൈറ്റ് റഡാറുകളിൽ നിന്ന് അപ്രത്യക്ഷമാകുന്നു. ഇവ ഇറാനിലേക്ക് ആയുധങ്ങളും യുദ്ധോപകരണങ്ങളുമായി പറന്ന വിമാനങ്ങളായിരുന്നു എന്നാണ് ഇപ്പോൾ ചില റിപ്പോർട്ടുകൾ വരുന്നത്. ബ്രിട്ടീഷ് മാധ്യമമായ ദി ടെലിഗ്രാഫ് ഉൾപ്പെടെയുള്ള പടിഞ്ഞാറൻ മാധ്യമങ്ങളും ഈ അവകാശവാദവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ശരിക്കും എങ്ങോട്ടാണ് ആ ചൈനീസ് വിമാനം പറന്നത്? എന്തായിരുന്നു അവയ്ക്കകത്ത് ഉണ്ടായിരുന്നത്? വിശദമായി പരിശോധിക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. US ആസ്ഥാനമായുള്ള ചൈനീസ് വാർത്താ ചാനൽ NDT ന്യൂസ് റിപ്പോർട്ട് പ്രകാരം ലക്സംബർഗ് വിമാനമായ കാർലോക്സ് എയർലൈൻസ് ആയിരുന്നു ചൈനയിൽ നിന്ന് പുറപ്പെട്ട ആ വിമാനങ്ങളിൽ ഒന്ന്. ലക്സംബർഗ് തന്നെയായിരുന്നു വിമാനത്തിന്റെ ഡെസ്റ്റിനേഷൻ. എന്നാൽ ഇറാന്റെ വ്യോമാതിർത്തിയിൽ എത്തിയതോടെ പബ്ലിക് റഡാറിൽ നിന്ന് അത് അപ്രത്യക്ഷമാകുകയായിരുന്നു. ഇതാണിപ്പോൾ വലിയ അഭ്യൂഹങ്ങൾക്ക് തിരികൊളുത്തിയിരിക്കുന്നത്. ഇറാനിലേക്കുള്ള ആയുധങ്ങളുമായി പറന്നതാണ് ആ വിമാനങ്ങളെന്നാണ് പ്രചാരണങ്ങൾ. ഒരു ചൈനീസ് കമ്പനിക്ക് കൂടി കാർഗോലെക്സിൽ ഉടമസ്ഥതയുണ്ട്. ഇക്കാര്യം കൂടി അഭ്യൂഹങ്ങൾക്ക് ബലം നൽകാൻ പലരും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. എന്നാൽ ആരോപണങ്ങൾ കാർഗോലെക്സ് നിഷേധിച്ചിട്ടുണ്ട്. വിമാനം ഇറാൻ വ്യോമാതിർത്തിയിൽ പ്രവേശിച്ചിട്ട് തന്നെ ഇല്ലെന്നാണ് കമ്പനിയുടെ അവകാശവാദം. ഫ്ലൈറ്റ് ട്രാക്കിംഗ് പോർട്ടലുകൾക്ക് പിഴവ് പറ്റിയതാണെന്നാണ് കമ്പനി ചൂണ്ടിക്കാട്ടുന്നത്. എന്നാൽ ഈ വിമാനങ്ങൾ ഒരിക്കലും ലക്സംബർഗിലേക്ക് പോയിട്ടില്ലെന്നാണ് ചിലർ പറയുന്നത്. യൂറോപ്യൻ വ്യോമാതിർത്തിയിൽ തന്നെ വിമാനം പ്രവേശിച്ചിട്ടില്ലെന്ന് ദി ടെലിഗ്രാഫ് റിപ്പോർട്ട് ചെയ്യുന്നു. ബോയിങ് 747 വിഭാഗത്തിൽപ്പെട്ട വിമാനങ്ങളാണ് ചൈനയിൽ നിന്ന് പുറപ്പെട്ടത്. സാധാരണ സൈനികോപകരണങ്ങളും ആയുധങ്ങളുമാണ് ഈ വിമാനങ്ങളിൽ കൊണ്ടുപോകാറുള്ളത് എന്നാണ് ഏവിയേഷൻ വിദഗ്ധരെ ഉദ്ധരിച്ച് ടെലിഗ്രാഫ് റിപ്പോർട്ട് ചെയ്യുന്നത്. സർക്കാർ ഉപകരണങ്ങളും വസ്തുക്കളും കൊണ്ടുപോകാനായും പല രാജ്യങ്ങളും ഈ വിമാനങ്ങൾ വിലക്കെടുക്കാറുമുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. 1000 ടൺ വരുന്ന അമോണിയം പെർക്ലോറേറ്റുമായി ഗോൾബൻ എന്ന പേരുള്ള യുദ്ധക്കപ്പൽ ചൈനയിൽ നിന്ന് ഇറാനിലെത്തിയത് കഴിഞ്ഞ ഫെബ്രുവരിയിലായിരുന്നു. ബാലിസ്റ്റിക് മിസൈലുകളിലും റോക്കറ്റുകളിലുമെല്ലാം ഉപയോഗിക്കുന്ന പ്രധാന മൂലകങ്ങളിൽ ഒന്നാണ് അമോണിയം പെർക്ലോറേറ്റ്. ഇസ്രായേൽ ആക്രമണം ആരംഭിക്കുന്നതിന് ദിവസങ്ങൾക്ക് മുൻപും ഇതേ വസ്തുക്കളുമായി 2 കപ്പലുകൾ ബെയ്ജിങ്ങിൽ നിന്ന് ഇറാനിലേക്ക് പുറപ്പെടാനിരിക്കുകയാണെന്നും വാർത്തകളുണ്ടായിരുന്നു. ഏകദേശം 800 ബാലിസ്റ്റിക് മിസൈലുകൾ നിർമ്മിക്കാൻ ആവശ്യമായ മൂലകങ്ങളാണ് ഈ കപ്പലുകളിലുള്ളത് എന്നായിരുന്നു അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. ഇസ്രായേലിനെതിരായ പോരാട്ടത്തിൽ ചൈന ഇറാൻ ആവശ്യമായ പ്രതിരോധ സഹായങ്ങൾ നൽകാനുള്ള സാധ്യത കൂടുതലാണെന്നാണ് എക്സിറ്റർ യൂണിവേഴ്സിറ്റിയിൽ പ്രൊഫസറായ ആൻഡ്രിയ ഗിസെല്ലി അഭിപ്രായപ്പെട്ടത്. അതുകൊണ്ട് തന്നെയാണ് ചൈനയിൽ നിന്ന് പുറപ്പെട്ട ചരക്ക് വിമാനങ്ങളെ ചുറ്റിപ്പറ്റി വലിയ ആകാംക്ഷ നിലനിൽക്കുന്നതെന്നും അദ്ദേഹം പറയുന്നുണ്ട്. നിലവിലെ ഇറാനിയൻ ഭരണകൂടം തകരുന്നത് പശ്ചിമേഷ്യയിൽ വലിയ അസ്ഥിരതയാകും സൃഷ്ടിക്കാൻ പോകുന്നത്. ചൈനയുടെ സാമ്പത്തിക ഊർജ്ജ താൽപ്പര്യങ്ങൾക്കെല്ലാം അത് വലിയ തിരിച്ചടിയാകും. അതിനാൽ ചൈന ഇറാന് കൂടുതൽ സുരക്ഷ ഉറപ്പാക്കാൻ സാധ്യത കൂടുതലാണെന്നാണ് ഗിസെല്ലി ചൂണ്ടിക്കാട്ടുന്നത്. പശ്ചിമേഷ്യയുമായും വടക്കൻ ആഫ്രിക്കയുമായുള്ള ചൈനീസ് നയതന്ത്ര ബന്ധത്തിൽ വിദഗ്ധനാണ് ആൻഡ്രിയ ഗിസെല്ലി. പശ്ചിമേഷ്യയിൽ അമേരിക്കയുടെ ആധിപത്യത്തിന് ബദലായി തങ്ങൾ നേതൃത്വം നൽകുന്ന ഒരു ശാക്തിക ചേരി വിപുലമാക്കാൻ ചൈന വർഷങ്ങളായി നീക്കം നടത്തുന്നുണ്ട്. ആ ദൗത്യത്തിൽ ചൈന ഏറ്റവും വിശ്വസ്ത പങ്കാളിയായി കാണുന്നത് ഇറാനെയാണ്. അതുകൊണ്ട് തന്നെ ഇസ്രായേലിൽ നിന്നും അമേരിക്കയിൽ നിന്നും വലിയ ഭീഷണി നേരിടുന്ന ഇറാനെ സഹായിക്കാതിരിക്കാൻ ചൈനയ്ക്കാകില്ല. ഇതിനകം തന്നെ ഇസ്രായേൽ ആക്രമണത്തെ ചൈന രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചിട്ടുണ്ട്. അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണ് ഇസ്രായേൽ നടത്തിയതെന്ന് വിമർശിച്ച ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യി ഇറാന്റെ പരമാധികാരവും രാഷ്ട്ര താൽപ്പര്യങ്ങളും സംരക്ഷിക്കാൻ എല്ലാ പിന്തുണയും നൽകുമെന്ന് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. മേഖലയിലെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കപ്പുറം ചൈനയുടെ ഏറ്റവും വലിയ ഊർജ്ജ വിതരണക്കാരും ഇറാനാണ്. ദിവസവും 20 ലക്ഷം ബാരൽ എണ്ണയാണത്രേ ഇറാനിൽ നിന്ന് ചൈനയിലെത്തുന്നത്. ഇറാന് സംഭവിക്കുന്ന ഏതു വലിയ തിരിച്ചടിയും ചൈനയുടെ കൂടിയാകുന്നതും അതുകൊണ്ടാണ്. എന്നാൽ സംഘർഷം രൂക്ഷമായി വലിയൊരു യുദ്ധത്തിലേക്ക് പോയാൽ കാര്യങ്ങൾ ചൈനയ്ക്ക് തന്നെ വലിയ സാമ്പത്തിക തിരിച്ചടിയാകും സൃഷ്ടിക്കുക. അതിനാൽ കൂടുതൽ സംഘർഷത്തിന് ആക്കം കൂട്ടുന്നതിന് പകരം എത്രയും പെട്ടെന്ന് പ്രശ്നം പരിഹരിക്കാനായിരിക്കും ചൈന മുന്നിട്ടിറങ്ങാനും സാധ്യത. പ്രശ്നപരിഹാരത്തിനായി മധ്യസ്ഥ റോൾ ഏറ്റെടുക്കാനുള്ള സന്നദ്ധത ചൈന അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്.